ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എൻ്റെ കയ്യിലിരിക്കുന്നു ലിമിറ്റഡ് എഡിഷൻ പോക്കോ X8 Pro. യെസ്, ദ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് അയൺമാൻ എഡിഷനാണ് ഞാൻ തൂക്കിയിരിക്കുന്നത്. ഇവിടെ പെട്ടി തന്നെ പൊളിയടെ. അതായത് അയൺമാൻ 2-ൽ നമ്മുടെ അയൺമാൻ സ്യൂട്ടില്ലേ, ഒരു ബ്രീഫ് കേസിലാണ് കൊണ്ടുവരുന്നത്. അതേ രീതിയിൽ ആ സെയിം ബ്രീഫ് കേസാണ് അവർ ഇവിടെ സെറ്റ് ചെയ്തേക്കണം. പൊളിച്ചടി കേട്ടാ, ഒന്നും പറയല്ല. ബാക്കിൽ മറ്റേ നമ്മുടെ ഈ സാധനം വന്നത് ആർക്ക് റിയാക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ക ആ പെട്ടീനെ അവർ തൂക്കി. ഒരു മിനിറ്റ്, വീട്ടിൽ മിക്സി അടിക്കണം, ഒരു മിനിറ്റ്. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണമെന്ന് എനിക്ക് തോന്നണില്ല, പക്ഷേ എനിക്ക് ഡിസ്റ്റർബൻസ് ആണ്. നിന്ന് അപ്പം ചമ്മന്തി അരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താണെങ്കിലും ഇതിലോട്ട് വരാം. 38,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അല്ലാതെ പോക്കോ X8 പ്രോയിൻ്റെ വില 32,999 അങ്ങനെ എന്തോ ആണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അല്ലാതെ ആമസോണിലൊന്നും നോക്കിയിട്ടൊന്നും ഞാൻ കണ്ടില്ല. ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്യാം, ഷവമിയുടെ സൈറ്റിൽ കയറി ഓർഡർ ചെയ്യാം. എന്താണെങ്കിലും എനിക്ക് ഈ പെട്ടി തന്നെ ഞാൻ ഹാപ്പി ആയടേ. മോളിലാണ് സീല് പറഞ്ഞത് കേട്ടോ. ഇത് തുറക്കണ അനുസരിച്ച് അതങ്ങ് പോകും. എന്തായാലും നമ്മൾ സമയം കളയാതെ തുറക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. സൂപ്പർ. ഇതെന്താ ഇവിടെ പീൽ ചെയ്യാനാ? എവിടെ പീൽ ചെയ്യേ? എവിടെയെങ്കിലൊക്കെ പീൽ ചെയ്യാൻ വരി. വായിട്. ഇത് സ്ട്രിക്ട്ലി ഒരു ഗെയിമിംഗ് ഫോണാണ് ഗൈസ്. മെയിൻലി ഇതിൻ്റെ ഒരു പരിപാടി പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ളൊരു ഡിവൈസ് അല്ല. എന്താണെങ്കിലും ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ലോങ് റിവ്യൂ ഞാൻ വേറൊരു വീഡിയോ തരാം. പക്ഷേ ഇത് നമുക്ക് പരിപാടികൾ ഒന്ന് നോക്കാനായിട്ട്. ഇതെങ്ങനെ ബ്രീഫ് കേസ് പോലെയാണ് തുറക്കാനുള്ള? ഇതെന്ത് ഭണ്ഡാരം? ഹൈ ഹൈ ഇങ്ങനെ എന്നടാ ബ്രീഫ് കേസ് പോലെ ഇങ്ങനെ തുറക്കുമ്പോൾ ഫോൺ ഇതായിരിക്കണം. നേരെ തിരിച്ചായിരുന്നോ? സോറി ഗൈസ്, ഉൾട്ടി അടിച്ചു പോയി. ഇങ്ങനെയായിരുന്നു തുറക്കേണ്ടിയിരുന്നത്. ഇങ്ങനെ തുറക്കുക. അപ്പോൾ അതാണ്ട് നിങ്ങളുടെ മുന്നിലിരിക്കുന്നു. മുന്നിൽ എന്തായിരിക്കുന്നത്? Man, look at the detailing of the items of the India, of the Africa, of the Uganda. Let's look at it. എടാ ഇത് പൊളി കേട്ടോ. എന്ത് രസമാണ് ഇത്. ഇത് കേസാണെന്ന് തോന്നുന്നത്. കേസൊക്കെ ഇരിക്കണം. സിം എജക്റ്റിംഗ് ടൂൾ, ഞെരിപ്പ്. ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. ഡീറ്റെയിലിംഗ് നോക്കടേ. അയൺമാൻ സ്യൂട്ടിലും മറ്റേ ആർക്ക് റിയാക്ടറും തൊട്ട് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ സിം ഇജക്റ്റിംഗ് ടൂള്, മാർവലിൻ്റെ സിം ഇജക്റ്റിംഗ് ടൂള്. എനിക്ക് ലിമിറ്റഡ് എൻ്റെ സ്വപ്നം എന്താണെന്നറിയോ? ഈ ലോകത്തുള്ള എല്ലാ ലിമിറ്റഡ് എഡിഷൻ ഫോണുകളും ഒരു ഷെൽഫ് നിറയ്ക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിങ്ങനെ ഇതേപോലെ വീഡിയോ ഒക്കെ എടുത്തിടുക, അതിടയ്ക്കിടയ്ക്ക് നോക്കുക. വേറെ ഇതിലാണെങ്കിലും ഇത് കിട്ടില്ല കേട്ടോ. സിം എജക്റ്റിംഗ് ടൂള് പൊളി. എൻ്റെ മോനെ, മാർവലിൻ്റെ ആ ലോഗോ വെച്ചിട്ടുള്ള സിം എജക്റ്റിംഗ് ടൂള് പൊളി സാധനം കേട്ടോ. നല്ല ക്വാളിറ്റി സാധനം. ബാക്കിൽ പോക്കോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞെരിപ്പ്. ഇതിൻ്റെ അകത്ത് കേസായിരിക്കും അല്ലേ? ആയിരിക്കണം. യെസ്, ഒരു കേസുണ്ട്. ബുക്കും പേപ്പറും അവിടെ ഇരിക്കട്ടെ, അത് പിന്നെ എല്ലാം നോക്കാം. ദിസ് ഇസ് ദ കേസ്. ഇവിടെ സൂപ്പർ കേസ്, ഞെരിപ്പ് കേസ് എന്ന് പറഞ്ഞാൽ ഞെരിപ്പ് കേസ്. ഇതുണ്ട് അയൺമാൻ്റെ മറ്റേ 6 പാക്കാണ്. അയൺമാൻ്റെ മറ്റേ വയറിൻ്റെ സൈഡിലുള്ള അതും ടെക്സ്റ്റേർഡും ആണ് കേട്ടോ. ഇവിടെ കണ്ടോ ഡിസൈനൊക്കെ കൊടുത്തേക്കണേക്ക് എന്ത് രസം നോക്കിയാണ്. കിടിലം കേസ്, കിടിലം. അകത്തും മറ്റേ ആ കുഷനിങ് ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് അയൺമാൻ എന്നൊക്കെ ബാഡ് ചെയ്തിട്ടുണ്ട്. ലുക്കടെ കേസ് ഉഗ്രൻ. ഫോണിൻ്റെ മുന്നേ വെച്ചേക്കണ സാധനം ഇതേത് മാർക്ക് ഇത് ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ അയൺമാൻ്റെ വൺ ഓഫ് ദ സ്യൂട്ടുകളാണ്. ബാക്കിൽ അയൺമാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ അയൺമാൻ ഓരോരോ സ്യൂട്ട് ഇഷ്ടംപോലെ സ്യൂട്ടുകളുണ്ട്. മറ്റേ എനിക്ക് തോന്നുന്നത് മറ്റേ മാർക്ക് 8 9 എന്തോ ആണ് അവഞ്ചേഴ്സിലൊക്കെ ഇടണത്. നാനോ ടെക്നോളജിയൊക്കെ ഉള്ള. അതായത് മറ്റേ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി മറ്റേ നാനോ ടെക്നോളജിയിൽ സാധനം ഇങ്ങനെ വരുന്ന സാധനമുണ്ട്. അത് മാർക്ക് 8 മാർക്ക് 9 ആണ്. ഒരുപാട് സ്യൂട്ടുകളുണ്ട്. അതിൽ വൺ ഓഫ് ദ സ്യൂട്ടാണിത്. കിടിലം. ഫോൺ
പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല പെട്ടി, നല്ല ഫോണ്. ഇതാണ് ഫോൺ. ദിസ് ഇസ് ദ ഫോൺ ആൻഡ് വി ഹാവ് റെഡ് കളർ ടൈപ്പ് എ ടു ടൈപ്പ് സിയുടെ ഒരു കളർ കോഡഡ് ആയിട്ടുള്ള ഒരു കേബിൾ വരുന്നുണ്ട്. അത് ഓക്കെ. ചാർജർ ഇല്ലേ? ചാർജർ ഇവിടെ വയറേ ഉള്ള ചാർജർ ഇല്ലേ? വയറേ ഉള്ള ചാർജർ ഇല്ലേ? ചാർജറില്ല ഗൈസ്, നോ ചാർജർ, ഒൺലി വയർ. പെട്ടിയത് ചാർജർ ഇല്ല. വാട്ട് എവർ. നൗ ലെറ്റ്സ് അൺബോക്സ് ദിസ്. യെസ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. എടാ കിടിലാൻ ലുക്ക് എന്ന് പറഞ്ഞാൽ കിടിലാൻ ലുക്ക്. ഇത് ടെക്സ്റ്റേർഡ് അല്ല, ഒരു ഗ്ലാസ്, ഒരു എന്താ പറയുക, ഒരു നല്ല ഒരു സ്മൂത്ത് സർഫസ് ആണ് കേട്ടോ അത്. അതിൽ നല്ല ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു പരിപാടിയാണ് അവർ പിടിച്ചേക്കുന്നത്. ടെക്സ്റ്റേർഡ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നേനെ. ബട്ട് ദിസ് ലുക്സ് സോ ഗുഡ് ബ്രോ. ദിസ് ഇസ് അൾട്ടിമേറ്റ്. സ്റ്റാർക്ക് ഇൻഡസ്ട്രി എന്ന് എഴുതിയിട്ടുണ്ട്. അയൺമാൻ ഇങ്ങനെ ഒരു ഹോളോഗ്രാഫിക് രീതിയിൽ വരുന്നുണ്ട്. യച്ഛാതി ലുക്കടത്. മുകളിൽ ചെറുതായിട്ട് ആർക്ക് റിയാക്ടറിൻ്റെ ആ ഒരു ടെക്ക് നമുക്കിങ്ങനെ കാണാം. പോക്കോ സ്പെഷ്യൽ ലിമിറ്റഡ് എഡിഷൻ. ഭയങ്കര രസമാണ്. പവർ ബട്ടണിൽ കൊടുത്തേക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ പവർ ബട്ടൻ്റെ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ഭയങ്കര രസമുണ്ട്. മെറ്റാലിക് ബോഡിയാണ് വരുന്നത്, ഗ്ലാസ് ബാക്കാണ്. ആൻഡ് ഫ്രണ്ടിൽ എനിക്കാണ് ഗൊല്ല ഗ്ലാസ്സൊക്കെ ആയിരിക്കും. എന്താണെങ്കിലും ഇതൊന്ന് ഓൺ ചെയ്യാം. എന്തെങ്കിലും തീമോ കാര്യങ്ങളൊക്കെ കാണും, അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ വരും. പവർ ഓണൊക്കെ ചെയ്യുന്ന സമയത്തെ യൂഷ്വലി തരാറുണ്ട് ലിമിറ്റഡ് എഡീഷനിൽ. വല്ലതും വരൂ? എനിത്തിങ്, സംതിങ്. കണ്ട അയൺമാൻ. ഐ ലൈക്ക് ഇറ്റ്. ഹൈപ്പർ OS. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഹൈപ്പർ OS ആണ് വരുന്നത്. ഷവമിയുടെ ഇതാണല്ലോ, സബ് ബ്രാൻഡാണല്ലോ. നമുക്ക് എന്താണെങ്കിലും ഇതൊന്ന് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ട് വല്ല തീം മ്യൂസിക് എന്ന് തീമും എല്ലാം ഉണ്ടാകാൻ നോക്കട്ടെ. ഹൈപ്പർ OS പ്രിപ്പയറിങ് സിസ്റ്റം. പക്ഷെ നല്ല ഇൻഹാൻഡ് ഫീൽ കേട്ടോ. വലിയ സൈസൊന്നുമില്ല. ഇതൊരു എനിക്ക് 6.5 ഇഞ്ച് എന്തോണ് വരുന്നത്. ഇത് 6.7 അല്ല. ഫോൺ ലുക്സ് വെരി നൈസ്. 2 ക്യാമറയാണ് വരുന്നത്. അൾട്രാ വൈഡ് 50 മെഗാ പിക്സൽ. അത് തന്നെ ഏകദേശം ഒരു നോഡ് സീരീസ് ആ ഒരു മേഖലയിൽ കൊണ്ട് വയ്ക്കുന്ന ഒരു ഐറ്റമാണ്. പ്രിപ്പയറിങ് സിസ്റ്റം. എത്ര വലിയ സിസ്റ്റം, എന്തോ സിസ്റ്റം ഇടുക അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെറ്റപ്പ് കംപ്ലീറ്റ്, ഓൾ സെറ്റ്. ഞാൻ പറഞ്ഞില്ലേ അയൺമാൻ തീമുണ്ട് ഗൈസ്. എസ്പെഷ്യലി ആ വാൾപേപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ആ ഒരു ഐക്കൺസിലൊക്കെ ഒരു അയൺമാനിസം കാണാം. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള വാൾപേപ്പർ, ക്ലോക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ ഫോണിന് വേണ്ടി മാത്രം കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഐറ്റംസാണ്. വാൾപേപ്പേഴ്സ് വേറെ കാണും കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഒരു ഒരു മൂളൽ മാത്രം, ഒരു എന്നിട്ടുള്ള വലിയൊരു തമ്പിയായിട്ടുള്ള ഒരു തമ്പിയല്ല, നല്ല തമ്പായിട്ടുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമ്മളെ പിക്സലിലൊക്കെ കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ OnePlusലൊക്കെ കിട്ടുന്ന പോലത്തെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അല്ല. ബട്ട് ഐ ലൈക്ക് ദിസ്, വെരി നൈസ്. തീം നല്ല രസമുണ്ട് കേട്ടോ. ഫോണിൽ അപ്ഡേറ്റ് ഒക്കെ വന്ന് നടപ്പുണ്ട്. ഷാമി വല്ലപ്പോഴൊക്കെയാണ് ഇത് അയക്കണത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എബൌട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ 256 GB വേരിയൻ്റ് ആണ്. ആൻഡ് വി ഹാവ് Dimensity 8500 അൾട്രയുടെ ചിപ്സെറ്റ് വിച്ച് ഈസ് 3.4 GHz മെയിൻ കോർ ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. 12 GB റാമാണ് വരുന്നത്. ആൻഡ് ബാക്കിയുള്ളതൊക്കെ ഞാൻ പോകെ പറഞ്ഞുതരാം. 1x 2x അൾട്രാ വൈഡ് 1x 2x 2x ഇസ് സെൻസർ ക്രോപ്പ്. അതായത് ഈ 50 മെഗാ പിക്സലിൻ്റെ ക്രോപ്പ് നടുക്കുള്ള കട്ട് ചെയ്ത് വരുന്നതാണ് ഈ പറയുന്ന സൂം. പിന്നെ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 1080p 4K ഉണ്ട്. ബാക്കിൽ 4K 60 FPS വരെ ഉണ്ട്. നമുക്ക് ഫ്രണ്ട് ക്യാമറ നമുക്ക് ഇല്ല, 1080p 60 ഉള്ളൂ, 4K ഇല്ല. അപ്പോൾ ഇത് എത്ര മെഗാ പിക്സൽ? 32 ആയിട്ട് അല്ലേ? 32 അല്ലേ? 1.5K റെസൊല്യൂഷൻ 120 ഹെർട്സിൻ്റെ ആമലഡ് പാനലാണ് വരുന്നത്. 6.59 ഇഞ്ചസ്. ഞാൻ അതാണ് പറഞ്ഞത്, ഇത് 6.7 6.8 അല്ല. 32,999 അയൺമാൻ എഡിഷൻ കിട്ടില്ല, സാധാ എഡിഷൻ കിട്ടും. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ ഉണ്ട്. അതിൽ OISഉം പരിപാടിയൊക്കെ വരുന്നുണ്ട്. 6500 mAh ബാറ്ററിയാണ് എൻ്റെ അകത്തിരിക്കുന്നത്. 100 വാട്ടിൻ്റെ
ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. പക്ഷേ ഇത് പ്രോബ്ലം ഇസ് ചാർജർ ഇല്ല പെട്ടിയിനകത്ത്. അതെന്താണെന്തോ അങ്ങനെ വരാൻ ഒരു വഴിയില്ല. ഇനി കുത്തിപ്പൊളിച്ച് വല്ലതും നോക്കണോ? ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പാപ്പന്റെ നടുവിൽ വെച്ചിട്ട് വെള്ളിയാണല്ല ചാർജർ പൊതുവെ വെക്കുന്നതാ. എനിവേസ് ലെറ്റ് സി. അയൺമാൻ്റെ വേറെ ഫോട്ടോ ഇല്ലേ? ഇപ്പം കിട്ടേക്കുന്ന സാധനം ഇതാണ് കേട്ടോ. ഇതാണ് നിങ്ങൾ ഈ കാണാൻ. ഇതേപോലെ നിങ്ങൾക്ക് ഇതാണ് അതിൻ്റെ തീമിൻ്റെ പരിപാടി വരുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണെങ്കിൽ ഈ സാധനം, ലോക്ക് സ്ക്രീനിൽ ഈ ഫോട്ടോ ആണെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ലോക്ക്. ഇതാണ് ശരിടാ, എന്ത് കോമഡിയാണ് അത്. ഇതാണ് ലോക്ക് സ്ക്രീൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഈടാ എന്തോന്ന് ഫിനിഷിങ് അപ്ഡേറ്റ് കോപ്പ്. ഈ കാണുന്നതാണ് ലോക്ക് സ്ക്രീനിൽ. ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ചാൽ നൈസായിരിക്കും കേട്ടോ. എനിക്കിത് ഇഷ്ടമല്ല. ഷവമി എപ്പോഴും ഇത് വരും, ഇങ്ങനെ ഒരു ടൈമർ വരും ഷവമിയിൽ. ഇങ്ങനെ ഒരു ടൈമർ വന്നിട്ടേ നമുക്ക് ഈ ഓക്കെ ഒക്കെ അടിക്കാൻ പറ്റുള്ളൂ. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഏതാ? ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണേ. മറ്റേ അൾട്രാസോണിക് ഒന്നും അല്ല. പക്ഷെ നല്ല രസമുണ്ട്. അവർ ആ വാൾപേപ്പറിൻ്റെ അവിടെ ഈ ഫോണൊന്നും മേടിച്ചിട്ട് വേറെ വാൾപേപ്പർ ഇടില്ല. അയൺമാൻ മാത്രമേ ഇടാം. അയൺമാൻ്റെ കട്ട ഫാൻസിന് വേണ്ടി അവർ ഇറക്കിയ സാധനമാണിത്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കണേ. പിന്നെ ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പൊളിയാണ് കേട്ടോ. അതിലും ഒരു സാധനം വരും, ലോക്ക് സ്ക്രീൻ. അതായത് അണച്ചു കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ചെയ്താണ്ട് ഇങ്ങനെ വന്ന് കിടക്കും. എന്നിട്ട് ഇത് ഓൺ ചെയ്താൽ ഇങ്ങനെ വരും. ആർക്ക് റിയാക്ടറിൻ്റെ നടുക്കായിട്ട് അവർ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് കയറാം. അത്യാവശ്യം ഫാസ്റ്റായിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ്. പിന്നെ വെളിച്ചം അടിക്കും, അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കും. ഒപ്റ്റിക്കലാണ്. ബട്ട് ഐ ലൈക്ക് ദിസ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഭയങ്കര രസമുണ്ട്. ഭയങ്കര അയൺമാൻ ഇങ്ങനെ പൊന്തി വരുന്നത്, എന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തുറക്കും. സൂപ്പർ കേട്ടോ, സൂപ്പർ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. നല്ല ഫോൺ കേട്ടോ, നല്ല രസമുണ്ട്. ഇൻഹാൻഡ് ഫീലൊക്കെ നല്ല രസമുണ്ട്. എന്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് വരാം. വലുതായിട്ടൊന്നും പറയാല്ല. ഞാൻ പറയാം, ഒരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോണാണ്. നല്ല ഡിസ്പ്ലേ, നല്ല ബാറ്ററി ഒക്കെ തന്നെയാണ്. എഡീഷൻ എത്ര ലുക്കളത്. എൻ്റെ മോനെ, എൻ്റെ ലിമിറ്റഡ് എഡിഷൻ മുതൽക്കൂട്ടിൽ മറ്റൊരു പൊൻതൂവൽ. എന്നെങ്കിലും ഞാൻ ആ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. അതിങ്ങനെ ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ കയ്യിൽ നമ്മുടെ നത്തിങ്ങിൻ്റെ കമ്മ്യൂണിറ്റി എഡീഷൻ 2 ഉണ്ട്. അതുകൊണ്ട് ഇതുമുണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ കമ്മ്യൂണിറ്റി എഡീഷനാണ്. പിന്നെ ഇത് അവർ റെയർ എന്നാണ് പറയുന്ന പിങ്ക് കളറ്, നത്തിങ്ങിൻ്റെ 4A പിങ്ക് കളറ്. പിന്നെ അവിടെ മറ്റേ ഗ്ലോ ഇൻ ദ ഡാർക്ക് ഉണ്ട്. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ലിമിറ്റഡ് എഡിഷൻ്റെ ഉണ്ട്. പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ച് ലിമിറ്റഡ് എഡിഷൻസ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ സാധനം. എന്താണെങ്കിലും നല്ല കിടിലം പെട്ടിയും കിടിലം ലുക്കുള്ള ഫോണും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിൽ ലൈറ്റൊക്കെ കത്തോ? ഇല്ല, അങ്ങനെ എന്തോ കത്തണ പോലെയൊക്കെ കണ്ടായിരുന്നല്ലോ. ഓ എനിക്ക് തോന്നുന്നു മറ്റേ അൾട്രയിലാണെന്ന് തോന്നുന്നു, പ്രോ മാക്സോ. അതിലെന്തോ ഈ ക്യാമറയുടെ അവിടെ ലൈറ്റ് കത്തുമായിരുന്നു. ഇതിലില്ല. ബട്ട് ദിസ് ഫോൺ ലുക്സ് സോ കൂൾ ബ്രോ, സോ ഡാം കൂൾ. ഐ ലവ് ഇറ്റ്. നിങ്ങൾക്കും ഈ ഫോൺ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ താഴെ പറയുക. ഐ ലവ് ഇറ്റ്. കിട്ടില്ല ലിമിറ്റഡ് എഡിഷൻ ഫ്രം പോക്കോ സീരീസ്. ലവ് ഇറ്റ്. ആൻഡ് ഐ ലൈക്ക് ദ ഇൻഹാൻഡ് ഫീൽ ഓൾസോ. നല്ല രസമുണ്ട്. കൊള്ളാം, നല്ല ഫോൺ. ശരി എന്നാൽ.